ഒരിക്കലൊരു മനുഷ്യൻ പറഞ്ഞു ഈശ്വരൻ ഇല്ല എന്ന്. ഒരു മനുഷ്യനോടുകൂടെ ഒറ്റുവയ്ക്കുക, ഈ ഭൂമിയിൽ ഈശ്വരൻ ഇല്ല. മറ്റേ മനുഷ്യൻ പറയുന്നു ഈശ്വരൻ ഉണ്ട്. അവൻ ഈശ്വരൻ ഇല്ല എന്ന് പറയുവാൻ കാരണം അവനൊരു ശക്തനായിരുന്നു. ആരെ വേണമെങ്കിലും മല്ല് പിടിച്ച് തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരുവനായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു ഈശ്വരൻ ഇല്ല, എൻ്റെ ആരോഗ്യത്തിന് മുൻപിൽ ഈശ്വരനില്ല. അവൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ ഈശ്വരനോടുകൂടെ എന്നോട് ഒന്ന് മല്ല് പിടിക്കുവാൻ പറ. അവൻ സമയം നിശ്ചയിച്ചു. അടുത്ത ദിവസം സമയം പറഞ്ഞു. മല്ല് പിടിക്കുവാനുള്ള ആ സമയത്തിൽ എൻ്റെ ഈശ്വരൻ എൻ്റെ അടുക്കൽ വന്നില്ല എങ്കിൽ ഈശ്വരൻ ഈ ഭൂമിയിലില്ല. സമയങ്ങൾ തൊട്ടടുത്തു. ആ സമയം കഴിയാറായപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈശ്വരൻ എവിടെ? ഈശ്വരൻ ഉണ്ടെന്ന് നീ പറയില്ലേ, എവിടെ? അട്ടഹസിച്ചലർച്ചയോട് അവൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിലവിളിച്ച് രണ്ട് കണ്ണുകളും പൊത്തി അവൻ തറയിലേക്ക് വീണ് ഉരുളുവാൻ തുടങ്ങി, പിടയുവാൻ തുടങ്ങി. എന്നറിയാതെ വേദനയോടുകൂടി അവൻ അടുക്കൽ ഓടിപ്പോകുമ്പോൾ തൻ്റെ ഇരു കണ്ണുകളിലും രണ്ട് തേനീച്ചകൾ വന്ന് കുത്തിയിട്ട് വേദന കൊണ്ട് പുളഞ്ഞ് അവൻ വിളിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നോക്ക്, ഈ ഭൂമിയും സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവ സൃഷ്ടികളിൽ ഒരു ചെറിയ പ്രാണിയോടുകൂടെ നിനക്ക് മല്ല് പിടിക്കുവാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെ സർവത്തിനെ ഉണ്ടാക്കിയ ദൈവത്തോട് നീ മല്ല് പിടിക്കും? അന്നാണ് ഈശ്വരനില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ദൈവമേ എന്നാദ്യമായി വിളിക്കുവാനിടയായിത്തീർന്നു. ഈശ്വരനില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു.